ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ ഉള്ളത് അടൂർ ഗ്രീൻ വാലി എന്ന് പറയുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിലെയാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഈ ഗ്രീൻ വാലി എന്ന് പറയുന്ന ചെറിയൊരു കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് തന്നെ പറയാം. അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു വെഡ്ഡിങ് സെൻറ്ററും കാര്യങ്ങളും വെഡ്ഡിങ് മാള് അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഗ്രീൻ വാലി എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇത് ഗ്രീൻ വാലിയുടെ മെയിൻ എൻട്രൻസ് ആണ്. കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 350 രൂപയും കൊച്ചു കുട്ടികൾക്ക് 300 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. 350 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത്രയ്ക്കൊന്നും ഇല്ല. എങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സെറ്റപ്പാണ് ഗ്രീൻ വാലി എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റിലെ കാണുന്നത് ഈ ഒരു ചെറിയ റേസിംഗ് കാറാണ്. ഈ റേസിംഗ് കാർ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡുകളും ഈ ഒരു ഗ്രീൻ വാലി എന്ന് പറയുന്ന ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള കൂടുതൽ ഉപകരണങ്ങളും കൂടുതൽ റൈഡുകളുമാണ് ഇവിടെ ഉള്ളത്. എന്നിരുന്നാൽ തന്നെയും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള ഇതുപോലെ കങ്കാരു, ഈ ഒരു കങ്കാരുവിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു സെറ്റപ്പുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ദിവസത്തെ അവധി ദിവസം നമുക്ക് അടിപൊളിയാക്കാനും എൻജോയ് ചെയ്യിപ്പിക്കാനും പറ്റിയൊരു സ്ഥലമാണ് അടൂരെ ഈ ഗ്രീൻ വാലി എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു പാർക്ക്. അതാണ്ട് ഈ ഒരു കാറ് കണ്ടില്ലേ, ഈ ഒരു കാറ് അങ്ങനെ വെറൈറ്റി ചെറിയ ചെറിയ വെറൈറ്റികളിവിടെ ഉണ്ട്. അതാണ്ട് ഇതുവരെ ഡാൻസ് ചെയ്യുന്ന ഈ ഒരു റൗണ്ടിൽ, ഈ ഒരു റൈഡിൻ്റെ പേരറിയില്ല. ഇതും ഒക്കെ മുതിർന്നവർക്കൊക്കെ കയറാൻ പറ്റിയ റൈഡ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു പൂളാണ്. ഈ ഒരു പൂളിൽ ഉള്ള ഒരു എൻജോയ്മെൻറ്റ്, സത്യം പറഞ്ഞാൽ ഈ ഒരു പൂളാണ് ഇവിടെ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ഗ്രീൻ വാലി എന്ന് പറയുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഉള്ളതാണ് ഈ ഒരു പൂള്. അത് കുറച്ചുകൂടി അവർ ഡെവലപ്പൊക്കെ ആക്കി ഇപ്പോൾ അത്യാവശ്യം സെറ്റപ്പൊക്കെ ഒരു 10 വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഈ ഒരു പൂളിൽ ഇവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതായി ഒരു സെറ്റപ്പൊക്കെ ആക്കി എടുത്തിരിക്കുകയാണ്. അതിനോട് തന്നെ ഇവിടെ 3D എഫക്റ്റോടുകൂടിയ സിനിമയുണ്ട്. അത് നിശ്ചിത സമയമുണ്ട് ഇവിടെ. ആ സമയത്തേ ഉള്ളൂ, 2:30-ക്കും 4:30-ക്കും 5:30-ക്കും അങ്ങനെ ടൈമുണ്ട്. ഇതെല്ലാം കണ്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ പഴയ കാറുകളുടെ ഒരു ശേഖരണം തന്നെയുണ്ട് ഈ ഒരു ഫ്രണ്ടിൽ. അത്യാവശ്യം കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അടൂർ ഈ ഗ്രീൻ വാലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഒരു ദിവസം അവരെ എൻജോയ് ഫുൾ ആക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുണ്ട്. വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുമായി അടൂർ ഗ്രീൻ വാലി ഉറപ്പായിട്ടും വരണം. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് അടൂർ ഗ്രീൻ വാലി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ, ദിസ് ഈസ് അർജുൻ കായംകുളം. താങ്ക് യു.